നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു കഥയും കൂടി കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കഥ പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ കഥയിലെ അബദ്ധങ്ങളുണ്ടല്ലോ, ഇന്നാണ് കേട്ടോ ഞാനത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് കേൾക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഞാൻ മദ്യദേവതയുടെ പേര് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാരുണി എന്നാണ് കേട്ടോ മദ്യത്തിൻ്റെ ദേവത. പാലാഴി കടഞ്ഞ സമയത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ, വാരുണി എന്നാണ് പേര്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞൊരു അബദ്ധം എന്ന് പറഞ്ഞത് ധന്വന്തരി മൂർത്തി അമൃതകുംഭമേന്തി വരിക എന്നുള്ളതാണ്. അതിന് ഞാൻ ആദ്യം തന്നെ ധന്വന്തരി മൂർത്തിയെ പുറത്തേക്ക് കൊണ്ടുവന്നു, അമൃതകുംഭം പിന്നീട് വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയല്ല കേട്ടോ, അമൃതകുംഭമേന്തിയ ധന്വന്തരി മൂർത്തി വന്നു എന്നുള്ളത് തന്നെ വേണം അനുസ്മരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പാകപ്പിഴകളാണ് ഇത്, എൻ്റെ കണ്ണിൽപ്പെട്ട പാകപ്പിഴ, ഇതല്ലാതെ അനവധി ഉണ്ടായിരിക്കാം. അപ്പോൾ ക്ഷമിക്കൂ കേട്ടോ. ഇനി അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു കഥയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നാരായണീയത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇത് അനുസ്മരിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരാനന്ദം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ കഥ ഒന്നുകൂടെ അനുസ്മരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ പാലാഴി മഥനവും അതുപോലെ തന്നെ കുർമാവതാരവും എല്ലാം കേട്ടു, ലക്ഷ്മി സ്വയംവരവും എല്ലാം കേട്ടു. ആ ഒരു രംഗം തന്നെ അവസാനിച്ചു കേട്ടോ. പിന്നീട് ഇന്നത്തെ രംഗം എന്ന് പറയുന്നത് കൈലാസത്തിലാണ്. കൈലാസനാഥൻ അവിടെ നിന്ന് ഈ ഒരു മുഴുവനായിട്ടുള്ള ലക്ഷ്മി സ്വയംവരമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിരിക്കുന്നു കേട്ടോ. പിന്നീട് മോഹിനി രൂപത്തിൽ ഭഗവാൻ വന്ന കഥ പിന്നീടാണ് അദ്ദേഹം അറിഞ്ഞത്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിത്രേ ആ മോഹിനിയെ ഒന്ന് കാണണം എന്ന്. ഭഗവാൻ മോഹിനി രൂപം കേട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കാണാൻ അദ്ദേഹത്തിനൊരു കൗതുകം തോന്നിയിത്രേ. ഒപ്പം പാർവതി ദേവിയോട് ഇദ്ദേഹം ഇത് പറയുകയും ചെയ്തു. പാർവതി ദേവി പറഞ്ഞു ഇത്രേ, അതിനെന്താ, നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ, നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോവാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പാർവതി സമേതനായിട്ടുള്ള ആ ഒരു മഹാദേവൻ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് വൈകുണ്ഠനാഥനും ലക്ഷ്മി ദേവിയും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ പാർവതി ദേവി പുതുതായി വന്ന ലക്ഷ്മി ദേവിയോട് എല്ലാ സൗഹൃദങ്ങളെല്ലാം പങ്കിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മഹാദേവൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു അത്രേ, അങ്ങയുടെ ആ മോഹിനി രൂപം അതെനിക്കൊന്ന് കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, അത് കാണണോ, അത് വേണോ എന്ന് ചോദിച്ചു അത്രേ. അതിനിപ്പോൾ എന്താ, മോഹിനി രൂപം എന്നെ കാണിക്കുന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ മോഹിനി അതീവ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്നോടോ, സന്യാസഭാവത്തിലുള്ള എന്നോടോ, മാത്രമല്ല ഞാൻ പാർവതി സമേതനായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്തായാലും എനിക്കത് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഒരു സ്ത്രീയായിട്ട് വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി ഇത്രയും മഹാവിഷ്ണു. അതിനുശേഷം മഹാദേവൻ അവിടെയൊക്കെ വൈകുണ്ഠത്തിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഒരു ഉദ്യാനത്തിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പന്ത് തട്ടിക്കളിക്കുന്ന ഒരു അതീവ സുന്ദരിയായ സ്ത്രീ രൂപം കാണാനിടയായി. അദ്ദേഹത്തിന് എന്താണെന്നറിയില്ല, തടഞ്ഞു നിർത്താനാവാത്ത വിധം ആ ഒരു സ്ത്രീയോട് എന്തോ ഒരു അഭിനിവേശം തോന്നി എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ ഒരു പന്ത് തട്ടിക്കളിക്കുന്ന സുന്ദരിയുടെ കയ്യിൽ നിന്ന് ഉരുണ്ടുപോയ പന്ത് തിരിച്ചെടുത്തു കൊടുക്കാൻ എന്ന ഭാവേന ആ സുന്ദരിയുടെ അടുത്തേക്ക് നീങ്ങി വീണ്ടും ഈ പന്ത് സുന്ദരിയുടെ കയ്യിലേക്ക് കൈമാറിയപ്പോൾ ആ സുന്ദരി വീണ്ടും പന്തടിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കളികളുടെ ഇടയിൽ ഈ സുന്ദരി വിചാരിച്ചു അത്രേ, എന്തിനാ അപ്പം ഞാനിവിടെ പന്തടിച്ച് നിൽക്കുന്നത് എന്ന് തോന്നി. അവിടെ പന്ത് ഉപേക്ഷിച്ച് സുന്ദരി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഒപ്പം മഹാദേവനും നടക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ മഹാദേവൻ ഈ 7-14 ലോകവും ഈ സുന്ദരിയുടെ പിന്നാലെ ഓടുണ്ടായി എന്നാണ് പറയുന്നത്. ഓരോ തവണയും അടുത്തെത്തുന്ന സമയത്ത് ഈ ഒരു മോഹിനിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള മോഹിനിയെ അദ്ദേഹം ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ മോഹിനി അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറി ഓടുന്നു, വീണ്ടും ആലിംഗനം ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് തവണ ആയതിനു ശേഷം അദ്ദേഹത്തിന് സ്വബോധം തിരിച്ചു കിട്ടുകയും അദ്ദേഹം വിചാരിച്ചു അത്രേ, ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്, ഒരു സ്ത്രീ രൂപം കണ്ട് അതിന് പുറകെ പോകുന്നവനായോ ഈ മഹാദേവൻ എന്നാലോചിച്ചതും അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നി. അദ്ദേഹം
ഒരു നിമിഷം വിഷമത്തോടു കൂടി നിന്ന സമയത്ത് ഈ മോഹിനി രൂപം കൊണ്ട് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു. അദ്ദേഹത്തിന് ആകെ കൂടി സങ്കടമായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ എല്ലാ വ്രതനിഷ്ഠകളും അവസാനിച്ചിരിക്കുകയാണ്, ഞാൻ മഹാദേവനല്ലാതായിരിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നാണ് അദ്ദേഹം സങ്കടത്തോടു കൂടി വിചാരിച്ചത്. ഈ ഒരു വിചാരം അല്ലെങ്കിൽ ഈ ഒരു സ്മരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന സമയത്ത് തന്നെ മഹാവിഷ്ണു മഹാപ്രഭു പറഞ്ഞു അത്രേ, അങ്ങ് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട, അങ്ങ് ആലിംഗനം ചെയ്തത് എന്നെ തന്നെയല്ലേ, ഞാൻ തന്നെയല്ലേ അങ്ങേ ആലിംഗനം ചെയ്തത്. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് മഹാവിഷ്ണു പറഞ്ഞു അത്രേ, അങ്ങൊന്ന് അങ്ങയുടെ ശരീരത്തിലേക്ക് നോക്കൂ, അതിനുശേഷം അങ്ങൊന്ന് എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു ശരീരത്തിൽ മുഴുവൻ കളഭം അണിഞ്ഞതായിട്ടാണ്. നമുക്കറിയാം, സാധാരണ മഹാദേവൻ്റെ ശരീരത്തിൽ ഭസ്മധാരിയാണ് അദ്ദേഹം, ഭസ്മമാണ് അദ്ദേഹം ശരീരത്തിൽ അണിയാറുള്ളത് അല്ലേ. ഒരിക്കലും അദ്ദേഹം കളഭം അണിയാറില്ല. എന്നാൽ മഹാപ്രഭു എങ്ങനെയാണ് എപ്പോഴും കളഭമാണ് അണിയാറുള്ളത്. ഇപ്പോൾ മഹാപ്രഭുവിൻ്റെ ദേഹത്ത് എന്താണുള്ളത്? മുഴുവൻ ഭസ്മമാണുള്ളത്. അപ്പോൾ ഭഗവാന് മനസ്സിലായി, മഹാദേവന് മനസ്സിലായി, ഞാൻ മറ്റാരെയുമല്ല ആലിംഗനം ചെയ്തത്, സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെയാണ് ആലിംഗനം ചെയ്തത് എന്നാണ്. ആ സമയത്ത് ആ ഒരു മഹാദേവൻ ആവശ്യപ്പെട്ടു അത്രേ, ഇത് ഞാൻ അറിയാതെ ആലിംഗനം ചെയ്തതാണ്, അങ്ങാണ് എന്നറിയാതെ മനസ്സിലാക്കാതെ ആലിംഗനം ചെയ്തതാണ്, എന്നാൽ എനിക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങയെ ഒന്ന് ആലിംഗനം ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു മഹാവിഷ്ണുവും മഹാദേവനും പരസ്പരം കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ആ ഒരു ഭാവം, ഇതാണ് ശങ്കരനാരായണ അവതാരം എന്നാണ് പറയുന്നത്. നമ്മൾ വടക്കുനാഥനെയൊക്കെ തൊഴാൻ പോകുന്ന ആ സമയത്തും പിന്നെ പല പല ക്ഷേത്രത്തിലും ശങ്കരനാരായണനെ പ്രതിഷ്ഠിച്ചതായിട്ട് കാണാറുണ്ട് അല്ലേ. ഈ ഒരു കഥ അനുസ്മരിക്കുമ്പോൾ ആ ഒരു ശങ്കരനാരായണനെ തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ ശങ്കരനാരായണ സംഗമത്തിൽ മറ്റൊരാളും കൂടി അവിടെ വരികയുണ്ടായി എന്നാണ് പറയുന്നത്. മോഹിനിയിൽ നിന്നാണ് നമ്മുടെ സാക്ഷാൽ അയ്യപ്പസ്വാമി ഉണ്ടായത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അയ്യപ്പസ്വാമി ഭഗവാന്, അതായത് നമ്മുടെ മഹാവിഷ്ണുവിന് പുത്രനായി ജനിച്ചത് എന്നറിയും? അതിന് അനവധി കാരണങ്ങളുണ്ടായിരിക്കാം കേട്ടോ. ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ള കഥ, ഒരു അമ്മയുടെ മനസ്സ് എന്താണെന്ന് മഹാപ്രഭുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ അദ്ദേഹം ഒരു അമ്മയായത്. ഒരു പിതാവിൻ്റെ അത്രയല്ല ഒരു മാതാവിന് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് എന്ന് പറയേണ്ടി വരില്ലേ, ഇപ്പോൾ പലതും നമ്മൾ കേൾക്കുമ്പോൾ. എന്തായാലും ആ ഒരു മാതൃവാത്സല്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രേ മഹാദേവനിൽ നിന്ന് മോഹിനിക്ക് ഇങ്ങനെയൊരു പുത്രന് ജന്മം നൽകാൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ശങ്കരനാരായണ സംഗമത്തിലുണ്ടായിട്ടുള്ള നമ്മുടെ അയ്യപ്പസ്വാമിയെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്ത്രീയ തുഭ്യം നമോ നമ എന്ന് ചൊല്ലി നമസ്കരിക്കുക തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥ നാരായണീയത്തിൽ അനുസ്മരിച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യൻ പറയാറുള്ളത്. ആചാര്യൻ പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ വളരെ മനോഹരമായിട്ടാണ് പറയാറ് അദ്ദേഹം ഇത് പറയുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ആ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ ഇരുന്നിട്ടാണല്ലോ ഇത് കേൾക്കുക. ആ സമയത്ത് അവിടെ നിന്ന് ഓടി ഇറങ്ങി ചെന്ന് നമുക്ക് അയ്യപ്പസ്വാമിയെ തൊഴുത് നമസ്കരിക്കാൻ തോന്നും. അത്രയധികം മനോഹരമായിട്ടാണ് അദ്ദേഹം പറയാറുള്ളത്. എന്തായാലും അദ്ദേഹത്തിനെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ അനുസ്മരിക്കുന്നത് കേട്ടോ. അങ്ങേ ലോകത്ത് ഏതെങ്കിലും കാലത്ത് എനിക്ക് എത്താൻ സാധിച്ചാൽ ആചാര്യനെ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കണം എന്നുള്ളത് ഞാനിപ്പോഴേ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചില സങ്കല്പത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു നാൾ, ഇന്നല്ലെങ്കിൽ ഒരു നാൾ നമ്മൾ അങ്ങേ ലോകത്തെത്തും. ഏതാണ് ഈ അങ്ങേ ലോകം? ഭഗവാന്റെ ലോകം. ഈ ഭഗവാന്റെ ലോകത്ത് പൂന്താനത്തിന് പണ്ട് ഈ ഒരു വൈകുണ്ഠം കാണിച്ചു കൊടുത്ത കഥ കേൾക്കാറുണ്ട് കേട്ടോ. ആചാര്യനെ അനുസ്മരിച്ച് തന്നെ കേൾക്കാറുണ്ട്. ഈ വൈകുണ്ഠം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വൈകുണ്ഠത്തിലെ അനവധി തെരുവുകളുണ്ടത്രേ. ഓരോ തെരുവിനും ഓരോ പേരുണ്ടത്രേ. ആ പേര്, ഇതിപ്പോൾ മേൽപ്പത്തൂർ തെരുവ് എന്ന് പറഞ്ഞാൽ അവിടെ നാരായണീയത്തിലൂടെ ആ ലോകത്തേക്ക് എത്തിയ ആളുകളും മേൽപ്പത്തൂർ നയിക്കുന്ന ഒരു നാടുമായിരിക്കും അത്രേ അതേപോലെ പൂന്താനത്തിൻ്റെ ഒരു ഭാഗം ഉണ്ട്. ഇതേമാതിരി എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ ഈ പറയുന്ന ആചാര്യനും അങ്ങനെ ഒരു
ഏരിയ തന്നെ ഉണ്ടായിരിക്കും അങ്ങേ ലോകത്ത്. ആ ലോകത്തിലേക്ക് എനിക്കും പ്രവേശനം നൽകണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നാരായണിയൊന്നും വായിക്കലില്ല കേട്ടോ, ഒക്കെ കമ്മിയാണ്, കുറേശ്ശെയൊക്കെ വായിക്കലുണ്ടാവുള്ളൂ. എന്നാലും അദ്ദേഹത്തിലൂടെയാണ് ഗുരുവായൂരപ്പൻ എന്താണെന്നും ഗുരുവായൂരപ്പൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവ്യ കാരുണ്യം എന്താണെന്നും സ്നേഹം എന്താണെന്നും ഒക്കെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടെ അദ്ദേഹത്തിനെ എന്നെങ്കിലും എന്നും മനസ്സാൽ നമസ്കരിക്കുന്നുണ്ടെങ്കിലും അങ്ങേ ലോകത്ത് ചെന്ന് നമസ്കരിക്കണം എന്നുള്ളതാണ് ഈ ഉള്ളവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഗുരുവായൂരപ്പനെ സ്നേഹിക്കാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ സാധിക്കട്ടെ. നന്ദി.